നമസ്കാരം. ജമ്മു കാശ്മീരിലെ പൂഞ്ചിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരരെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള സൈന്യത്തിന്റെ തിരച്ചിൽ പുരോഗമിക്കുന്നതിനിടെ രജൌരി, പൂഞ്ച് ജില്ലകളിൽ വെള്ളിയാഴ്ച മുതൽ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അധികൃതർ. പ്രദേശത്ത് വ്യോമ നിരീക്ഷണവും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, സൈന്യത്തിന്റെ നേതൃത്വത്തിൽ പരിശോധനകളും ആരംഭിച്ചിട്ടുണ്ട്. പൂഞ്ച് ജില്ലയിലെ രജൌരി സെക്ടറിലെ ദേരാക്കി ഗലി വനമേഖലയിൽ ഭീകരർക്ക് വേണ്ടി സൈന്യം തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുമുണ്ട്. ഈ ആക്രമണം നടത്തിയ ഭീകരരെ കണ്ടെത്തുന്നതിന് വേണ്ടി സ്നിഫർ നായകളുടെ അടക്കം സഹായം കൂടി ഉദ്യോഗസ്ഥർ തേടുന്നുണ്ട് എന്ന് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ദദ്യാർ മോറിന് സമീപം സ്ഥിതി ചെയ്യുന്ന കൊടും വളവിൽ വെച്ചാണ് വൈകുന്നേരം 3:45 സൈനിക വാഹനങ്ങൾക്ക് നേരെ അപ്രതീക്ഷിതമായ ഭീകരാക്രമണം ഉണ്ടായത്. ഈ സൈനികർ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വാഹനങ്ങൾക്ക് നേരെ ഭീകരർ പതിയിരുന്ന് ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. എന്തായാലും ഈ പൂഞ്ച് ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം നിലവിൽ പീപ്പിൾസ് ആന്റി ഫാസിസ്റ്റ് ഫ്രണ്ട് എന്ന സംഘടന ഏറ്റെടുത്തിട്ടുണ്ട്. ഇത് ലഷ്കർ-ഇ-തോയ്ബയുടെ ഒരു സഹോദര സംഘടന കൂടിയാണ്. എന്തായാലും പൂഞ്ചിൽ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയതോടുകൂടി എത്രയും പെട്ടെന്ന് തന്നെ ബാക്കി ഒളിച്ചിരിക്കുന്ന ഭീകരരെ കൂടി എത്രയും വേഗം കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ കൂടിയാണ് ഇന്ത്യൻ സൈന്യം. ന്യൂസ് ഡെസ്ക് മലയാളം.